ഭാഷണത്തിനായി ബഹുമാനപ്പെട്ട സൂദൻ മാസ്റ്ററെ ക്ഷണിച്ചു. പുസ്തക പ്രകാശനത്തിനായി ശ്രീ ചാക്കോ ഡി അന്തിക്കാട് അവരെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട മാഷ് ഇത് കഴിഞ്ഞിട്ട് മതി മാഷ. SNVUP UP സ്കൂൾ തളിക്കുളം 1981-82 ബാച്ചിൻ്റെ കുടുംബസംഘമാണ്. അതിഗംഭീരമായിട്ട് ആ കുടുംബസംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ, എൻ്റെ കുടുംബ സുഹൃത്ത് എന്ന് പറയുന്ന ശിവജി ഗുരുവായൂർ. എന്നെ അധ്യക്ഷം വഹിച്ച വ്യക്തികൾ, സ്വാഗതം പറഞ്ഞവർ, പ്രാർത്ഥന ചൊല്ലിയവർ, കുട്ടി മനോഹരമായിട്ട് ചൊല്ലി, ബാക്കി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ, പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് മുമ്പ് രമണൻ എന്ന് പറയുന്ന നല്ലൊരു ആർട്ടിസ്റ്റ്, അത് കുറേ കാലങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്. നാടകവേദിക്ക് വേണ്ടി ഒരുപാട് ആർട്ട് വർക്കുകൾ, കലാ സംവിധാനമൊക്കെ ചെയ്യുന്ന രമണൻ, പോൾസൺ താണിക്കലിൻ്റെയൊക്കെ മുഖം നാടകവേദിയുടെ ആർട്ട് ഡയറക്ഷനൊക്കെ എൻ്റെ തന്നെ വർക്കുകളിലേക്ക് പോൾസൺ സംവിധാനം ചെയ്ത സ്കിറ്റിൻ്റെയും ഒക്കെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള രമണൻ സ്നേഹതീരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയിനി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ നടന്നത്. ഇതിൽ ഞാനൊരു എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നിരീക്ഷണം, ഒരു അവതാരിക ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പുസ്തകം വായിച്ച ഒരു ഓർമ്മ നിൽക്കുന്നുണ്ട്. കുറേ മാസങ്ങൾക്ക് മുമ്പാണ് ഇതെല്ലാം എഴുതി കൊടുത്തത്. പിന്നീട് സ്നേഹതീരത്ത് വെച്ചിട്ടാണ് ഇതിന് പ്രകാശനം നടക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളൊരു അനൗപചാരികമായ കൂടിച്ചേരലൊക്കെ പറയണ്ടായി. സ്നേഹതീരത്ത് വെച്ച് രമണൻ സ്നേഹതീരത്തിൻ്റെ പുസ്തക പ്രകാശനം നടക്കുക എന്ന് പറയുന്നത് ആ കടൽ സാക്ഷിയായിട്ട്, കടലിൻ്റെ ഒപ്പം തന്നെയുള്ള മനുഷ്യ സമുദ്രം വന്ന് നിറഞ്ഞ് സുഹൃത്തുക്കളൊക്കെ വന്ന് കടലും മനുഷ്യരും ചേർന്ന് ഒരു മുഹൂർത്തത്തിൽ വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനൊരു വേദി മറ്റൊരു കൂടിച്ചേരലായി മാറുകയാണല്ലോ. തീർച്ചയായിട്ടും ശിവചേട്ടൻ പറഞ്ഞ കഥയിൽ വളരെ അർത്ഥവത്തായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ, അതാണ് കൃഷ്ണൻ കുചാലിനെ പറഞ്ഞത്. അതിനു മുമ്പ് പറഞ്ഞത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധമാണ്. അറിയപ്പെടാത്ത കള്ളൻ ആരാന്നറിയാൻ ആഗ്രഹമില്ലാത്ത ആ അധ്യാപകൻ, അവിടുത്തെ സ്കൂൾ അധ്യാപകൻ, തീർച്ചയായിട്ടും ആരെങ്കിലും ഒളിക്കണ്ണിട്ട് നോക്കിയിട്ടുള്ള വില്ലൻ ഉണ്ടാവും. അവനും കണ്ടെങ്കിലും പിന്നീടുള്ള യാത്രയിൽ അവൻ മിണ്ടിയിട്ടുണ്ടാവില്ല എന്നതും കൂടി ഞാൻ ചേർക്കുകയാണ്. ഫിക്ഷൻ. ബാക്കിൽ നിൽക്കണ ഒരുത്തൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ടായിരിക്കും. കാരണം അവൻ നോക്കിയപ്പോൾ ഞാൻ ചേർക്കുകയാണ് കേട്ടോ. ഞാൻ ഈ നാടകത്തിൻ്റെ ആളായത് എങ്ങാനും ഷോർട്ട് ഫിലിം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ കടപ്പാട് ശിവചേട്ടന് പറഞ്ഞുകൊണ്ട് ഇതും കൂടി ചേർക്കുകയാണ്. അവൻ ഒളിക്കണ്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ആളെ മനസ്സിലായി. പക്ഷെ അവന് ഭയങ്കര ഷോക്കായിപ്പോയി. അതൊരു പെൺകുട്ടിയായിരുന്നു, അത് അവൻ്റെ കാമുകിയായിരുന്നു. പക്ഷേ ഇപ്പോഴും അവരൊരുമിച്ച് ജീവിക്കുമ്പോൾ, ഇത് ഞാൻ ചേർക്കണം, വിഷമിക്കരുത് കേട്ടാ,
കളക്ടറോട് പ്രത്യേകം പറയാണ് വിഷമം എന്ന് പറയുന്നത്. ആ കൂടെ ജീവിക്കുന്നത് കളക്ടർ ഭാര്യയായിട്ട് ആ പെൺകുട്ടി തന്നെയാണ്, പക്ഷെ ഇതേവരെ അവരൊന്നും മിണ്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. ദരിദ്രനായ ഒരു കളക്ടറായിരിക്കാം. വാച്ച് എന്തിനാന്നുള്ളത് ആ പെൺകുട്ടിയോട് അദ്ദേഹം ആ കുട്ടി ആയിരിക്കും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ടൈം അറിയാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിൽ പോലും വാച്ചില്ല, അത്ര ദാരിദ്ര്യമാണ്. അതൊന്നും മൊബൈലിൻ്റെ കാലമല്ലല്ലോ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വാച്ച് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായി. പ്രത്യേകിച്ച് ഞാനത് വീട്ടിൽ പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് സമ്മാനമായി, പിറന്നാൾ സമ്മാനമായിട്ട് തന്ന വാച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ അച്ഛനെയും ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് ഈ പെൺകുട്ടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. അത് പറഞ്ഞിട്ട് കക്കാൻ പ്രേരിപ്പിച്ച അവൾ തന്നെയാണ്, പക്ഷേ കണ്ടുപിടിക്കപ്പെടുന്ന സമയത്ത് അവൾ തന്നെയാണ് അത് കണ്ടത്. ഇനിയിപ്പോൾ ഒരു അവസാനത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് ഇത്തിരി കടന്നു പോകും, ഹിന്ദി സിനിമ പോലെ. അത് ഈ ഹെഡ് മാസ്റ്റർ മോളും കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായി. അപ്പോൾ സംഗതി കടന്നുപോയി, ഇത്തിരി കൂടിപ്പോയി. തീർച്ചയായിട്ടും ആ ഒരു പ്രചോദനം നോക്ക്, അറിയപ്പെടാതെ സഹായിക്കുന്നു എന്നുള്ളതാണ് അധ്യാപകനും ശിഷ്യനും തമ്മിലുള്ള. അപ്പുറത്തും സതീർത്ഥ്യൻ കൃഷ്ണൻ വന്ന വരവ് മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ചക്രായുധം ഈ 360 ഡിഗ്രി തിരിയുന്ന ഒരു ആയുധമാണ്. അധികം ഉപയോഗിച്ചിട്ടില്ല പുള്ളിയത്. ഞങ്ങളൊക്കെ അതിന് വ്യാഖ്യാനിക്കുക അത് ഇൻ്റലിജൻസ് ആൻഡ് ഇമാജിനേഷൻ്റെ സംഗതിയാണ്. ഞങ്ങൾ കവികൾ എപ്പോഴും പറയുക ഈ ചക്രായുധം എന്ന് പറയുന്നത് 360 ഡിഗ്രി സമൂഹത്തെ കാണാനുള്ള നമ്മൾ ഉൾക്കാഴ്ചയായിട്ട് കാണണം. ബാക്കി എല്ലാ ആയുധങ്ങളും നോക്കൂ, ഗദയാണ്, അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതാണ് ഭീമൻ്റെ കയ്യിൽ, അമ്പും വില്ലുമാണ്. മുന്നോട്ട് പിന്നോട്ട് പോയാൽ ആത്മഹത്യ വരും. അങ്ങോട്ട് മാത്രം ആക്രമിക്കുന്ന ആയുധത്തിൻ്റെ അകത്ത് ഈ 360 ഡിഗ്രി തിരിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. ഇങ്ങനെ ഞങ്ങൾ കവികൾ ഭാവനയുള്ളവരെ നമുക്ക് എന്ത് വേണം ചെയ്യാലോ. ഈ ലോകത്തിലെ സൗരയൂഥത്തിലെ എല്ലാ നക്ഷത്രങ്ങളുമാണ് ഈ 360 ഡിഗ്രി ആയുധത്തിൽ തിരിയുന്നതെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. ഒരു ദിവസം നോക്കുമ്പോൾ ആകാശഗംഗ തിരിയുന്നു, പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ കടൽ തിരിയുന്നു, പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ പ്രണയം, ലോകത്തിലെ എല്ലാ പ്രണയവും ഈ 360 ഡിഗ്രിയിൽ തിരിയുന്നു എന്നൊക്കെ. വെറുതെ അല്ല 16,000 ഭാര്യമാർ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള സ്പേസ് ധാരാളം ഉണ്ടെന്നുള്ളതാണ്. അവിടെയും ഈ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഉജാല വീട്ടിലെത്തുമ്പോഴേക്കും. അതിന് കൂടെ ശിവചേട്ടൻ പറഞ്ഞൊരു മനുഷ്യത്വപരമായ കാര്യമുണ്ട്, അത് പറഞ്ഞിട്ട് ഇതിലേക്ക് കിടക്കാം. കാരണം മനുഷ്യരാശിയോടുള്ള പ്രണയമാണ് ആദ്യം വേണ്ടത്. കാമുകിയോടുള്ള പ്രണയത്തെക്കാളും നമ്മൾ ജീവിതത്തെ പ്രണയിക്കുന്നു, സമൂഹത്തെ പ്രണയിക്കുന്നു. ആ ഒരു പോയിൻ്റാണ് ആൾ പറഞ്ഞത്. ഇല്ലാത്തവനെ തിരിച്ചറിയാൻ പറ്റണം, എല്ലാവർക്കും ഒരേപോലെ ഉള്ളവരാകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ ക്രമമല്ല, ലോകനീതി ലോകക്രമമല്ല ഇവിടെ ഉള്ളത്. കൂടുതൽ അധ്വാനിക്കുന്നവരും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നവർക്കും എക്സ്പേർട്സിനും ചിലപ്പോൾ പെട്ടെന്ന് കയറി സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. മാർക്കറ്റിംഗ് ലോകത്ത് അതാണ്. നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നു, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ ഓക്കെ, സ്മാർട്ട്നെസ് ഉള്ള ആളാണെങ്കിൽ മുന്നോട്ട് പോകും, സൈലൻ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം പിന്നെ പുറകോട്ട് പോകും. അതൊരു മാർക്കറ്റിംഗ് യുക്തിയാണ്. അപ്പോൾ ഗൾഫിൽ പോയി എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല. ഏറ്റവും സ്മാർട്ടായിട്ടുള്ളവരും എനർജറ്റിക് ആയിരുന്നവരും അതിനകത്ത് സത്യസന്ധരായവരും അല്ലാത്തവരും ഒരേപോലെ സ്കോർ ചെയ്ത് കളയും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. സത്യസന്ധരായവരും വേണം കമ്പനികൾക്ക്, അല്ലാത്തവരും വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ നന്മ നിറഞ്ഞ ഒരു മനസ്സുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ഓരോ പഞ്ചായത്തിലും ഇങ്ങനെയുള്ള പ്രവാസികൾ, കൂട്ടായ്മകൾ, എനിക്കറിയാം മന്യ കോളേജിൻ്റെ ഒക്കെ പരിപാടികൾക്ക് ഞാൻ പോകും. ഞാൻ അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു പണ്ട്. ഇപ്പോഴേ ബാച്ചിൽ കുട്ടികളിങ്ങനെ വിളിക്കും, കാഞ്ഞാണി സിംല ഹാളിലാണ് വിളിക്കുക. അപ്പോഴും നമ്മൾ പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക യുക്തിയിലാണ് ഓരോരുത്തർ നിൽക്കുന്നത്. ചില കമ്പനിയുടെ MD-മാരായിട്ടുള്ളവരുണ്ട്. നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ് പണ്ട് 86, 92 വരെയൊക്കെയുള്ള പീരീഡിൽ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നുകൊണ്ട് നാടകം പോലെ ആക്ട് ചെയ്ത് മേശമൊക്കെ കയറി ക്ലാസ് എടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ ഭയങ്കരമായ സുഹൃത്ത് ബന്ധങ്ങൾ പിന്നീട് ഈ വിദ്യാർത്ഥികളൊക്കെ ആയിത്തീർന്നു. അപ്പോൾ അവരോടും നമ്മൾ പറയുന്ന തിരിച്ചറിവുകളാണ്. അപ്പോൾ അത് ആണ് സുജിയുടെ സൂചിപ്പിച്ചത്. അവരതുപോലെ തന്നെ സഹായനിധി, വിദ്യാഭ്യാസ ഫണ്ട്, ആ ഏരിയയിലുള്ള ചില പഠിക്കാൻ പറ്റാത്ത നല്ല ബുദ്ധിയുള്ള കുട്ടികൾ, പക്ഷേ സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതി, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സാധ്യമാണ്. ഒരുപാട് അസുഖങ്ങളുള്ള വീടുകൾ ധാരാളമുണ്ട്. ആ അസുഖങ്ങളുള്ള വീടുകളെ നമ്മൾ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മൾ വന്നിറങ്ങുമ്പോൾ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ജനപ്രതിനിധികളോട് ചോദിക്കും, ഇവിടെ ആരൊക്കെയാണ് നമുക്ക്
സാമ്പത്തിക സഹായം ചെയ്യണം, അങ്ങോട്ട് കയറി ചെയ്യണം. ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നേക്കാളും തിരിച്ചറിഞ്ഞിട്ട് അത് 100 രൂപ, 1000 രൂപ, 10,000 രൂപ അതൊക്കെ മതിയാവും. പലതുള്ളി പെരുവെള്ളമാണ്. അങ്ങനെ ചെയ്യുന്നൊരു മൈൻഡ് ഉണ്ടാവുന്നത്, ഞാൻ തിരിച്ചൊന്നുകൂടി കണക്ട് ചെയ്യാം, മനുഷ്യരെ കൊല്ലുന്ന യുദ്ധവെറിയന്മാർക്കെതിരെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാൻ ഈ ഒരു ചെറിയ കർമ്മം ഗുണം ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ലോകനീതി, മനുഷ്യത്വം ഉണ്ട്, മാനവികത ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. നമ്മൾ ആരെയും കൊല്ലാനല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആധാരം വാങ്ങി വെച്ചിട്ട് വീട്ടിൽ നിന്ന് കുടിയിറക്കാനല്ല വന്നിരിക്കുന്നത്. നമ്മൾ ഹെൽപ്പ് ചെയ്യാനാണ്. ലോകത്തിൽ എവിടെയെങ്കിലും മനുഷ്യരെ ബോംബിട്ട് നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെയുള്ള പ്രതികരണം കൂടിയായിട്ട് പോലും അത് കാണണം. ചെറിയ ഈ പഞ്ചായത്തിലെ സഹായം പോലും. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് ഇത് വരട്ടെ. ഇത് കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും സംഭവിക്കുന്നതാണ്. അത് എല്ലാവരും അതിനൊപ്പം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, പല കാരണങ്ങളാൽ. സുനാമി, കൊറോണ, മറ്റ് ദുരന്തങ്ങൾ, ക്യാൻസർ, അങ്ങനെ നമ്മുടെ ഒരു ജീവിത സംസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഫാസ്റ്റ് ഫുഡാണ്, ഏത് സമയം ക്യാൻസർ വരാം. നഷ്ടപ്പെട്ടു പോയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല ആരാണ് സർവൈവ് ചെയ്യുന്നത്. എന്നിട്ടും 650 കോടി മനുഷ്യരുണ്ട് ഭൂമിയിലിട്ടാ. സെക്കൻഡ് വേൾഡ് വാർ 300 കോടി ഉണ്ടായിരുന്നു, ഇപ്പം 650 കോടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ എത്രയോ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടും ഈ കഴിഞ്ഞ 75 വർഷം കൊണ്ട് 300-350 കോടി ജനത മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെല്ലാവരും എന്ത് ദുരന്തമുള്ളപ്പോഴും ഭ്രാന്തന്മാരോ ആത്മഹത്യ ചെയ്യുന്നവരല്ല എന്നുള്ളതാണ്. അവരതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. പാരൻസ് നഷ്ടപ്പെട്ടവർ, കുട്ടികൾ നഷ്ടപ്പെട്ടവർ, ഹൗ ടു ഓവർകം എന്നുള്ള എനർജിയാണ് അവർ. അതാണ് നമ്മൾ ജീവിതത്തിൻ്റെ പ്രണയം എന്ന് പറയുന്ന രീതിയിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ സംഗമങ്ങൾ എല്ലാം അതൊരു ഊർജ്ജമായി മാറട്ടെ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴൊക്കെ കണക്ട് ചെയ്തിട്ടും സംസാരിച്ചത്. ആൾ കാറിലിരുന്ന് ഞങ്ങൾ 15 മിനിറ്റ് സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു, മറന്നുപോയി. ഞാൻ എപ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരാൾ, എപ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്ഫോക്ക് എൻ്റെ അകത്തും ആ ശിവചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്. നമുക്ക് ഈ നാടകം കാണാൻ ആരോഗ്യമുള്ള ചിലർ വരുന്നു, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു, നാഷണൽ തലത്തിൽ നാടകങ്ങൾ, ഇൻ്റർനാഷണൽ തലത്തിൽ നാടകങ്ങൾ. ഇറ്റ്ഫോക്ക് അതാണല്ലോ, അന്തർദേശീയ നാടകോത്സവം. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ നാടകം കളിച്ച് അവശ നിലയിലെത്തിയിട്ടുള്ള നടീനടന്മാർക്ക് സംഗീത അക്കാദമിയുടെ സെക്രട്ടറി കൂടി കേൾക്കാനേ പറയും, ലൈവാണ് പോകുന്നത്. അവർക്ക് ഒന്നൊരു നാടകം കാണണം എന്ന് തോന്നിയാൽ ഒന്ന് വണ്ടി വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യണം. സഖാവ് മുരളിയേട്ടനോട് തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നും നമ്മൾ അക്കാദമി സെക്രട്ടറിയോട് തന്നെയാണ്. അതൊന്ന് ലിസ്റ്റ് എടുക്കണം നമുക്ക്. ഈ ഒരു കാരണം ഇപ്പോൾ നാടകം കാണാനായിട്ട് നാമ സ്കൂളിലേക്കൊക്കെ ബസ് ഏർപ്പാട് ചെയ്തിരുന്നു. അക്കാദമിന്ന് നിശ്ചിത സമയത്ത് ടിക്കറ്റ് എടുക്കുന്നവർ ഫുള്ള് വണ്ടി പോവും, തിരിച്ചു കൊണ്ടുവിടും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഈ ശിവചേട്ടൻ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൃശ്ശൂർ ശാന്ത പോലെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവർ നമുക്കറിയാമല്ലോ അല്ലേ. ചുരക്കാട്ടുക നാടക ദുരന്തത്തിൽ വന്നിട്ടുള്ള എത്രയോ പേര് എത്രയോ പേര് നഷ്ടപ്പെട്ടില്ല, 9 പേരാണ് എത്രയോ നഷ്ടപ്പെട്ടിട്ടുള്ള ദുരന്തമാണ് സുലൈമാനക്കാട് നാടകം. അപ്പോൾ അതിനകത്ത് പായമ്മൽ ചേട്ടൻ മുതലുള്ളവരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ കുറച്ച് പേർക്ക് വന്നു നാടകം കണ്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം അടുത്ത ഫോക്കലിലും സംഭവിക്കട്ടെ എന്നാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. ഞാനത് നേരിട്ട് അക്കാദമിയിൽ പറയണതിന് പകരം ഇപ്പോൾ ഈ സമയത്ത് പറഞ്ഞു. ഇതൊക്കെ നാളെ പറയുമ്പോൾ ചിലപ്പോൾ നാളെയൊക്കെ നമുക്കിത് എന്ത് സംഭവിക്കാന്ന് മിണ്ടാൻ പറ്റാത്ത ഒരാളായിട്ട് ചാക്കോട് എന്തിക്കാട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടി വരും. അതും കൂടി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടി വന്നത്. ഈ ജീവിതത്തെ മാത്രം പ്രണയിക്കുന്ന കവി എന്നാണ് ഞാനിതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, രമണൻ്റെ. അതിൽ ഞാൻ തുടക്കത്തിൽ പറയുന്ന കുറച്ച് പോയിന്റുകൾ പറഞ്ഞു നിർത്താം. ഭൂമിയിൽ 2 തരം പ്രണയങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആദ്യത്തെ വരിയായിട്ട് എഴുതിയത്. ഒന്ന് ജീവിത പ്രണയം എന്ന് പറയുന്നത്, 2 യുദ്ധപ്രണയമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. 1 അതിജീവന പ്രണയമാണ്, 2 അരുംകൊല പ്രണയം. യുദ്ധം എപ്പോഴും അരുംകൊല പ്രണയമായിരിക്കും, ജീവിതം എപ്പോഴും അതിജീവന പ്രണയമായിരിക്കും. ഈ 2 ധാരയിലാണ് ലോകക്രമം നിലനിൽക്കുന്നത്. ലോകത്തിലെ എല്ലാ കവികളും ജീവിതത്തെ പ്രണയിക്കുന്നത് കൊണ്ടാണ് അവർക്ക് മഹത്തായ കവിതകൾ എഴുതാൻ കഴിയുന്നത്. മരണത്തെ പ്രണയിക്കുന്നവരാണ് എല്ലാ യുദ്ധവെറിയന്മാരും. അവർക്ക് യഥാർത്ഥ പ്രണയം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല. കാരണം അവരുടെ പ്രണയം നല്ല മേനിയഴകുള്ള ആയുധങ്ങളോട് മാത്രം, കൊല്ലൽ എന്ന ഇരുണ്ട കർമ്മത്തോട് മാത്രം. വെല്ലുക, കൊല്ലുക, തിന്നുക. തിന്നു കഴിഞ്ഞാലുള്ളൊരു വാക്കും കൂടി അതിൽ ചേർക്കേണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാനതിൽ ചേർത്തില്ല എന്ന് ചോദിച്ചു.
വെല്ലുക, കൊല്ലുക, തിന്നുക. തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നൊക്കെ അറിയാമല്ലോ രാവിലെ തന്നെ. അപ്പോൾ അത് മാത്രമാണ് അത്. എന്നതിനപ്പുറം അവരുടെ ഈ യുദ്ധവീരന്മാരുടെ പ്രണയത്തിന് അനശ്വരതയിൽ പ്രവേശിക്കാൻ ഒരു എളുപ്പമാർഗവുമില്ല. അവരുടെ യുദ്ധപ്രണയം അവരുടെ ശവക്കല്ലറകളിൽ ഒടുങ്ങും. ജീവിതത്തെ പ്രണയിക്കുന്ന കവികൾക്കുള്ളതാണ് ഈ അനശ്വരത എന്ന കാലത്തിൻ്റെ ഖജനാവിൽ നവരത്നങ്ങൾ പോലെ പ്രകാശിക്കുന്ന അവസ്ഥ. രമണൻ്റെ എല്ലാ കവിതകളും മനുഷ്യൻ്റെ മഹത്വവും പ്രകൃതിയുടെ വൈവിധ്യവും ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കാഴ്ചകളും ഉൾക്കാഴ്ചകളും ധ്വനിപ്പിക്കാനുള്ള എളിയ ശ്രമങ്ങളാണ്. ഓർമ്മയിൽ മൊയ്തീൻ എന്ന ആദ്യ കവിത എന്ന് നിൻ്റെ മൊയ്തീൻ സിനിമ കണ്ടാൽ മനസ്സിലാവും. കാഞ്ചനമാലയുടെ മൊയ്തീൻ്റെ ജീവിത പ്രണയമാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ്. ഓർമ്മയിൽ മൊയ്തീൻ എന്ന ആദ്യ കവിതയിൽ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഓർമ്മയിൽ ഇന്നും എന്നും ഒഴുകുന്ന അവസാനിക്കാത്ത ഓളങ്ങൾ പോലെ മൊയ്തീൻ കാഞ്ചനമാല പ്രണയഗാഥ കാലത്തിൽ എഴുതിയ പ്രണയകാവ്യം മെല്ലെ തെളിയുകയാണ്. മനോഹരമായ ആ സിനിമ ഗാനങ്ങൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു വന്നു. കവി അവസാനം എഴുതുന്നു: ഇരുവഞ്ഞിപ്പുഴ അറബിക്കടലിന് സ്വന്തമെങ്കിൽ മൊയ്തീൻ്റെ ഓർമ്മകൾ കാഞ്ചനമാലയ്ക്ക് സ്വന്തം. ഇവിടെ പ്രകൃതിയും മനുഷ്യനും പ്രേമത്തിൻ്റെ അനുഭവങ്ങളുടെ ഒറ്റനൂലിൽ കോർക്കപ്പെടുന്ന അവസ്ഥ വ്യക്തം. സൗമ്യതയിലും രൗദ്രഭാവത്തിലും. ഇളം മുളങ്കാടിൻ്റെ പാട്ട് എന്ന കവിതയിൽ അമ്മ, ഉണ്ണി, കിളികൾ, പ്രപഞ്ചം തമ്മിലുള്ള സമന്വയം സ്നേഹത്തിൻ്റെ മറ്റൊരു നൂലിൽ കോർത്തെടുത്ത മാന്ത്രിക വിദ്യ കാണാം. വീട്ടിൽ ഒരു കൂടുപണിത് എന്നും പാലും പഴവും തരാം എന്ന് പറയുന്ന ഉണ്ണിയോട് കിളി പറയുന്നത്: ഇല്ല വരില്ല ഞങ്ങളാരും, ഞങ്ങൾക്ക് പാർക്കുവാൻ കൂടേറെയുണ്ട്, ഞങ്ങൾക്ക് പറക്കുവാൻ ആകാശമുണ്ട്, ഇല്ല വരില്ല ഞങ്ങളാരും. എന്ത് മനോഹരമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആകാശമുണ്ട്, നമ്മൾ പിടിച്ച് കൂട്ടിലിട്ടിട്ട് കുട്ടി പറയാം ഞാൻ നിനക്ക് പാലും പഴമൊക്കെ തരാൻ പറയുന്ന അവസ്ഥയാണ്. എന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കിളിയിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ പ്രണയിക്കുന്ന കിളികളിൽ നിന്നും മനുഷ്യന് ഇനിയും എത്രയോ ആഴത്തിൽ പഠിക്കാനുണ്ട്. വലിയ സന്ദേശം ഒളിഞ്ഞിരിക്കുന്ന ഈ ലളിതവും സുന്ദരവുമായ കവിതയുടെ നാടകീയതയും മനസ്സിൽ മുഴങ്ങും. കുഞ്ഞുണ്ണി മാഷ്ക്ക് സമർപ്പിച്ചിട്ടുള്ള കവിതയും നല്ല താളത്തിൽ ചെല്ലാവുന്നതാണ്. നമ്മുടെ ഏരിയയിലെ പ്രധാന കവിയായിരുന്നല്ലോ കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണിയുടെ കവിതകൾക്ക് കുഞ്ഞിളം പുഞ്ചിരി ഏറെയുണ്ട്. മിഠായി എന്ന കവിത മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്ന കുട്ടികൾ വളരണം എന്നുള്ള സന്ദേശം മുഴങ്ങുന്ന ഈ കവിത ജീവിതത്തെ, സമൂഹത്തെ പ്രണയിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ വെളിച്ചപ്പെടൽ കൂടിയാണ്. ഇങ്ങനെ പോകുന്നു പ്രണയമഴ. ഞാനെല്ലാം പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ കവിതാ സമാഹാരം ശിവചേട്ടൻ പറഞ്ഞ പോലെ 170 രൂപ വിലയുണ്ടെങ്കിൽ ഒരു 150 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങണം. രമണൻ 20 രൂപ കുറച്ച് തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് വാങ്ങുക എന്നുള്ളതാണ്. എല്ലാം നമ്മൾ വാങ്ങുക മാത്രമല്ല, പുസ്തകം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനൊന്ന് വായിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാം. കൊടക്കരുത്. അങ്ങനെ ആര് പറഞ്ഞാലും കൊടുക്കരുത്. ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകും പറയാം. കാരണം പുസ്തകം കൊണ്ടുപോയിട്ടില്ല. എനിക്കറിയാം 5000-ഓളം എത്ര പുസ്തകങ്ങളുള്ള എൻ്റെ കയ്യിൽ നിന്ന് ഇതേ അടുത്ത ആഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ പുസ്തകം പിന്നെ ഞാൻ വേറെ 2-3 കറങ്ങി വേറെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ ഈ സീലൊക്കെ ഉള്ള പാർട്ട് ഓൺ ഓഫ് ഫിലിംസ് സീലൊക്കെ ഉള്ള പുസ്തകം അവിടെ ഇരിക്കും. ഈ കൊണ്ടുപോയ ആളുടെ വീട്ടിൽ വേണ്ടാട്ടോ, വേറൊരാളുടെ വീട്ടിലിരിക്കും. അപ്പോൾ അത് പിന്നെ തിരിച്ച് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയും പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ സ്വകാര്യ സ്വത്ത് തന്നെയാണ്. അഹങ്കാരമാണ്, സ്വകാര്യ അഹങ്കാരമാണ്. ആവശ്യമുള്ളവർ അത്രയും ബുദ്ധിമുട്ട് കിട്ടാത്ത പുസ്തകമല്ല. നേരിട്ട് വാങ്ങാൻ പറയാം, അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വായിച്ചോളാൻ പറയാം. അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തുക, ഫുള്ളായിട്ട് അവിടെ വീട്ടിലിരുന്ന് വായിക്കാൻ പറയാം. അതൊക്കെ നമ്മൾ ഇതിനോട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഞാനെല്ലാം പറയുന്നില്ല. നല്ല കവിതകളാണ്, ഗാനങ്ങളുണ്ട് ഇതിനകത്ത്, ഭക്തിസാന്ദ്രമായ വരികളുണ്ട്. രമണൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു കവിയാണ്. യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ഞങ്ങൾ കാവിശിക്ക് നടത്തിയപ്പോൾ 2-3 കവിതകൾ, കാവിശികയുടെ മെമ്പർ കൂടിയാണ് ഞാൻ, രാവണി മാഷൊക്കെ ഹെഡായിട്ടുള്ള, അതിൽ 2-3 യുദ്ധവിരുദ്ധ കവിതകൾ രമണൻ എഴുതിയിരുന്നു. വളരെ സമകാലികമായ വിഷയത്തിനോട് പ്രതികരിക്കുന്ന കവി കൂടിയാണ് രമണൻ. രമണൻ്റെ ഈ പുസ്തക പ്രകാശനം ഈ സംഘടന രമണൻ പേഴ്സണലി വിളിക്കുകയും ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു കുടുംബസംഘത്തിൻ്റെ ഭാഗമായിട്ട് പ്രകാശനം ചെയ്യാൻ കഴിയുകയും പോൾസൺ താണിക്കൽ പോലെയുള്ള കേരളത്തിൽ അത്ര അധികം നാടകങ്ങൾ ചെയ്തിട്ടുള്ള മുഖം നാടകവേദിയുടെ ഡയറക്ടറും
നാടൻ പാട്ടുകാരനും നാടൻ പാട്ടിൻ്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും. ഞങ്ങൾ ഒരുപാട് 10-35 കൊല്ലമൊക്കെ ആയിട്ടുള്ള സഹയാത്രികരാണ്. ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. നാടകത്തിന് വേണ്ടി പറവൂരും അവിടേക്ക് പോയി. കഴിഞ്ഞ തവണ മുല്ലശ്ശേരി ഉപജില്ലയ്ക്കാണ് ഞാൻ ഈ മഴവില്ലെ കണക്ട് ചെയ്തിട്ടുള്ള എന്താണ് റെയിൻബോ ഡ്രീംസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്കിറ്റിന് വേണ്ടി ചെയ്തു കൊടുത്തു. പ്രൊഫസർ നന്നായി ചെയ്ത് പ്രൈസൊക്കെ വാങ്ങിയത്. അതിൻ്റെ ആർട്ട് ഡയറക്ടർ ചെയ്ത് രമണനാണ്. അപ്പോൾ അത്തരം ഓർമ്മകൾ ഇനിയും ഉണ്ടാവും. ഒരിക്കലും നമുക്ക് എഴുതാനുള്ള സമയത്ത്, പാടാനുള്ള സമയത്ത് ഒക്കെ അപ്പം തന്നെ ചെയ്തു പോകുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും ചുരുക്കി പറയുന്നു, ഈ കാലത്തെ കാലത്തിൽ അനശ്വരമായിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഈ സംഗീതവും കവിതയും എഴുത്തും ഒക്കെയാണ്. ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ മകനായ വില്യം ഷേക്സ്പിയറെ നമ്മൾ 400 വർഷത്തിന് ശേഷം ഓർക്കുന്നുള്ളൂ. ലണ്ടനിലെ മറ്റ് ഇറച്ചിവെട്ടുകാരെയൊന്നും നമ്മൾ ഓർക്കില്ല. ഈ ഷേക്സ്പിയർ ഉള്ളതുകൊണ്ടാണ് ഷേക്സ്പിയറുടെ അച്ഛൻ ഒരു ഇറച്ചിവെട്ടുകാരനാണെന്നുള്ളത് ക്വീൻ എലിസബത്ത് ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ ഷേക്സ്പിയറുടെ അച്ഛൻ. അപ്പോൾ ക്വീൻ എലിസബത്തിനെ കണക്ട് ചെയ്തിട്ട് ഷേക്സ്പിയറോട് ചേരുമ്പോഴാണ് ക്വീൻ എലിസബത്ത് ആവുന്നത്. ചെറിയൊരു പ്രണയമൊക്കെ ഷേക്സ്പിയറോട് ക്വീൻ എലിസബത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. അതേ ഷേക്സ്പിയർ പ്രണയത്തോട് പറയാണ് 154 സോണറ്റ്സ് എഴുതി. പ്രണയകാവ്യങ്ങളാണ്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പറയാറുണ്ട് 154 അത് നിന്നുപോയി. കാരണം എന്താ അറിയോ, ഷേക്സ്പിയറുടെ 14 വരിയുള്ള കവിതകളെയാണ് സോണറ്റ്സ് എന്ന് പറയാം. ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏത് സംഗതിയും ഉപമിച്ചുകൊണ്ട് 154 സോണറ്റ്സാണ്. അതിമനോഹരമായ പ്രണയകാവ്യങ്ങളാണ്. ചങ്ങമ്പുഴേനെ, നമ്മുടെ വയലാറിനെ എല്ലാവരും സ്വാധീനിച്ചുള്ള ഷേക്സ്പിയർ സോണറ്റ്സുകളാണ്. പ്രഭു ആയിട്ടുള്ള ഒരു സുഹൃത്ത് ലണ്ടനിൽ 16-ാം നൂറ്റാണ്ടിലെ കഥയെ പറയുന്നല്ല. ആ പ്രഭു ഷേക്സ്പിയറുടെ സുഹൃത്താണ്. വലിയ തിരിച്ചു വന്ന അനശ്വരമായ ലണ്ടൻ തിയേറ്ററിന് വേണ്ടി ഒരുപാട് നാടകങ്ങളൊക്കെ എഴുതിയ മനുഷ്യനാണ്. ആദ്യം കർട്ടൻ വലിക്കാരനായിട്ട് നിന്ന്, പിന്നീട് പ്രോംപ്റ്ററായിട്ട് നിന്ന്, ഒരു നടിയില്ലാത്ത സമയത്ത് നടിയുടെ വേഷം ചെയ്ത് അങ്ങനെ കയറി വന്ന ഒരു കക്ഷിയാണ് വില്യം ഷേക്സ്പിയർ. അപ്പോൾ ആ പ്രഭു കൂട്ടുകാരനും പ്രഭുവുമായിട്ടുള്ള കാമുകിയും തമ്മിൽ ഭയങ്കരമായ സ്പ്ലിറ്റാണ്. അവർ തമ്മിൽ വഴക്കാണ്. അത് പ്രഭുവിന് ഇയാളുടെ സുഹൃത്തായതുകൊണ്ട് വല്ലാത്ത വിഷമമുണ്ട്. എങ്ങനെയെങ്കിലും അതിന് ജോയിൻ ചെയ്യിപ്പിക്കണം അവരെ. അതിന് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലോകാനശ്വര പ്രണയത്തെക്കുറിച്ച് ഇദ്ദേഹം സോണറ്റ്സ് എഴുതി. 154 സോണറ്റ്സ് എഴുതി പ്രഭുവിന് കൊടുക്കും. പ്രഭു അത് എങ്ങനെയെങ്കിലും കാമുകിയുടെ കയ്യിലെത്തിക്കും. അപ്പോൾ അവൾ അവസാനമായപ്പോൾ അവർ തമ്മിൽ ചേർന്നപ്പോൾ പിന്നെ സോണറ്റ്സ് നിർത്തി. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയും, സത്യത്തിൽ നമ്മുടെ ലോക സാഹിത്യത്തിന് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. കാരണം അവർ ചേർന്നില്ലായിരുന്നെങ്കിൽ ഒരു 500 സോണറ്റ്സ് എങ്കിലും നമുക്ക് ഷേക്സ്പിയറിൽ നിന്ന് കിട്ടുമായിരുന്നു. 154 സോണറ്റ്സ് വന്നപ്പോഴേക്കും ആ സൗഹൃദം ഗംഭീരമായിട്ട് കൂടിച്ചേർന്നിട്ടുണ്ടായി. ഷേക്സ്പിയറിൽ നിന്ന് കിട്ടേണ്ട പ്രണയകാവ്യങ്ങൾ നമുക്ക് നഷ്ടമായെന്ന് ഞാനൊരു തമാശയായിട്ട് പറയും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ലോകമാണ് പ്രണയത്തിൻ്റെ ലോകം. ജോൺ കീറ്റ്സ് പ്രണയകവി ആളാണ്, അനശ്വരമായ പ്രണയത്തിൻ്റെ ആളാണ്. പക്ഷെ ജോൺ കീറ്റ്സിൻ്റെ കാമുകിയെ കണക്ട് ചെയ്യുക എവിടെയെന്നറിയും, 24 വയസ്സുള്ളപ്പോൾ ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന അനശ്വര പ്രണയകവിയെ ഉപേക്ഷിച്ച പെണ്ണ് എന്നുള്ള പേരിലാണ് എല്ലാ യൂണിവേഴ്സിറ്റി സിലബസിലും ആ ഫാനി ബ്രൗണിൻ്റെ പേര് ചേർക്കപ്പെടുക. ഒരു വരി കിട്ടിയിട്ടുണ്ട് ഫാനി ബ്രൗണിന്. കാരണം ഇത്രയും മഹാനായ പ്രണയകവി ജോൺ കീറ്റ്സിനെ ഉപേക്ഷിച്ച കാമുകയാണ്. അപ്പോൾ ഒരു വരി കിട്ടി ഫാനി ബ്രൗണിന്. ആൻ ഹദാവേ എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ ഭാര്യയ്ക്കും കിട്ടിയൊരു വരി. ഭാര്യയ്ക്ക് 21 വയസ്സും ഷേക്സ്പിയർക്ക് 18 വയസ്സ് വരുന്നു. 3 വർഷത്തിന് ഡിഫറൻസാണ്. 3 കുട്ടികളുണ്ടായിട്ടുണ്ട് അതിനിടയിൽ. നിൽക്കപ്പുറതില്ലാതെയാണ് ഷേക്സ്പിയർ നാട് വിട്ടതെന്നാണ് പറയുന്നത്. അപ്പോഴും ആൻ ഹദാവയുടെ പേര് വില്യം ഷേക്സ്പിയറിൻ്റെ കൂടെ കണക്റ്റഡ് ആയിരിക്കും. ഞാൻ ചുരുക്കി പറയുന്നത്, ഫാനി ബ്രൗൺ ഉപേക്ഷിക്കാൻ കാരണം ഇയാൾക്ക് ട്യൂബർക്ലോസിസ്, ക്ഷയമാണ്. ഇതിനെയൊക്കെ നിഷേധിച്ച്, ഡോക്ടറെയൊക്കെ നിഷേധിച്ച് അദ്ദേഹം ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ഒറ്റയ്ക്ക് കയറി പട്ടിണി കിടന്ന് കവിത എഴുതാൻ പോകും. തിരിച്ചു വരും, ചുമച്ചു വരും. സഹികെട്ടിട്ടാണ് ഫാനി ബ്രൗൺ ഉപേക്ഷിച്ചത്. പക്ഷേ ഈ ഷേക്സ്പിയറും ജോൺ കീറ്റ്സും അതുപോലെയുള്ളവരും ഒക്കെ അനശ്വരരായതുകൊണ്ടാണ് അവരെ കൂടെ ഒരു വരി ചേർക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്താണ് എറ്റേണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യവും സംഗീതവും ഒക്കെയാണ് എറ്റേണൽ. ഡൊറോത്തി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്ററുണ്ട്, വില്യം എഴ്സ്വർത്തിൻ്റെ പെങ്ങളാണ്. ആ പെങ്ങളെ കണക്ട് ചെയ്ത് എപ്പോഴും ചേർക്കപ്പെടും. എന്താ കാരണം, നീ ഒരു പണിക്കും പോകണ്ട, കവിത എഴുതിയാൽ മതി, നീ നേച്ചർ പോയിട്ടാണ്, പ്രകൃതി സ്നേഹിയാണ്, നീ എവിടെയെങ്കിലും അലഞ്ഞു തന്നു കവിത എഴുതിക്കും, നേരെ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതാണ് ഈ ഡൊറോത്തി.
തീർച്ചയായിട്ടും ഡൊറോത്തി കണക്റ്റഡാണ്. വില്യം വേഴ്സ്ബർഗ് എന്ന് പറഞ്ഞ ഉടനെ ഡൊറോത്തിയുടെ പേര് പറയും. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെപ്പോഴും ചങ്ങമ്പുഴയ്ക്കുണ്ട് മനസ്സിനെ എഴുതുമ്പോൾ അവസാന കാലത്തെ വൈഫ് ഇത്തിരി അസുഖമായിട്ട് ചുമച്ച് ചോര തൊപ്പിക്കെടുക്കുമ്പോഴും ആദ്യ ഭാര്യ ഒക്കെ പോയി ഇതിന് ശേഷം പിന്നീട് അവസാന കാലത്താണ് ഈ ചങ്ങമ്പുഴ 34 വളരെ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അങ്ങനെ ചോര തുപ്പിക്കെടുക്കുമ്പോഴും ആ പ്രണയ കവിതകൾ എഴുതിയ ചങ്ങമ്പുഴ അതിനെ ഹെൽപ്പ് ചെയ്തിരുന്ന അത്ര സഹനത്തോടുകൂടി നിന്നിട്ടുള്ള ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് മനസ്വിനി. ആ മനസ്വിനി പറയുമ്പോൾ തന്നെ ചങ്ങമ്പുഴയുടെ അവസാന കാലത്ത് നിന്ന വൈഫിനെ ഓർമ്മ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രണയ ചരിത്രത്തിൽ. നല്ലതും ചീത്തയും വൈരുദ്ധ്യങ്ങളും പോസിറ്റീവും നെഗറ്റീവായ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ ഫോക്കിലുണ്ടൊരു പ്ലേ കൂടി 2 വരി പറഞ്ഞു നിർത്താം. അത് ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന ആനശ്വര ദുരന്ത കാവ്യം. ആ ഒരു നാടകത്തിൻ്റെ 2 പേരുള്ളൊരു വെർഷനാണ് ഈ ഫോക്കിലുണ്ട്. ഒരു അർമീനിയൻ പ്ലേ, ഒരു ആണും പെണ്ണും, ആണും പെണ്ണും മാത്രം. ഭയങ്കര പെർഫോമൻസിലൂടെയാണ് അവരത് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടത്. അവരിടക്കിടക്കൊക്കെ തമ്മിലടിച്ച് ചത്തു വീഴുക, ഉമ്മ വയ്ക്കുക, വീഴുക, ചാവുക, പിന്നെയും പൊന്തി വരും. ഒരു കുരിശും ഈ പറഞ്ഞ റോമിയും ജൂലിയറ്റിന് അടക്കം ചെയ്ത ഒരു ശവക്കല്ലറ പോലെ കുരിശിൽ നിന്ന് 2 അർബാൻ വണ്ടി കൊണ്ടുന്തി അതിന് തുടങ്ങുന്നു. 2 ഭീകര ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരു നടനും നടി അതിഗംഭീരമായിട്ട് അതിൻ്റെ സെൻട്രൽ തീമും പിടിച്ചിട്ടാണ്. നമ്മുടെ അലങ്കാരങ്ങളൊന്നുമില്ല കേട്ടോ. എത്ര നിങ്ങൾ ചവിട്ടിത്താത്താൻ, എത്ര തെറി വിളിച്ച്, എത്ര തല്ലൂടി പിരിഞ്ഞാലും പ്രണയം അതിനും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുള്ള ആ ഒരൊറ്റ എസൻസിനെ പിടിച്ചിട്ടുള്ള പെർഫോമൻസാണ് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത്. അവരുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇടയ്ക്ക് കുഴക്കൊണ്ട് അട്ടിക്കായിട്ട് പിരിയും, 2 ചത്തു വീഴും, പിന്നെയും പൊന്തി വരും. അപ്പോൾ അത് ഇറ്റേണലാണ് പ്രണയം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പ്രണയിക്കുന്നില്ല എന്ന് പിൻവാങ്ങിയാലും പ്രണയം എവിടെയും മുന്നോട്ട് പോകും. ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പിൽ 2 കണ്ണുകൾ തമ്മിൽ, 4 കണ്ണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ തടയാൻ പറ്റാത്ത ഒരു ഇൻഫിനിറ്റായിട്ടുള്ളൊരു പ്രതിഭാസമാണ്, ഒരു വെർട്ടിക്കൽ പ്രതിഭാസമാണ് പ്രണയം. അപ്പോൾ പ്രണയ കവിതകൾ ധാരാളം ഉണ്ടാവട്ടെ. എല്ലാ യുദ്ധപരിയന്മാരും ഈ പ്രണയ കവിതകൾ വായിച്ചിട്ട് തൽക്കാല യുദ്ധത്തിൽ നിന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് പിൻവാങ്ങാൻ തോന്നട്ടെ. ഈ ഏകാധിപതികളുടെ പ്രശ്നം അവർ പ്രണയകാവ്യങ്ങൾ വായിക്കാറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയധികം യുദ്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ കോടിക്കണക്കിന് പ്രണയ കവിതകളും പ്രണയ സിനിമകളും സംഭവിക്കട്ടെ. കാരണം ഹിറ്റ്ലർ പോലും ഈ ഈവാ ബ്രൗൺ എന്ന് പറയുന്ന ഒരു അലക്കുകാരിയുടെ മോളെ കണ്ടെത്തിയിട്ട് പേടിയായിരുന്നു എന്നാണ് പറയുന്നത് ഈവാ ബ്രൗണിനോട്. യഥാർത്ഥ പ്രണയമൊന്നായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഹിറ്റ്ലർ പിന്നീട് അവസാനം ആത്മഹത്യ ചെയ്യുമ്പോഴെങ്കിലും അതിന് മുമ്പ് സൈനൈഡ് കൊടുത്ത് ഈ പറഞ്ഞ ഈവാ ബ്രൗണിനെയും നായനെയും കൊന്നിട്ടാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഭയം കയറി അങ്ങനെയാണ് വരുന്നത്. മര്യാദയ്ക്ക് പ്രണയിച്ച് സ്വസ്ഥമായിട്ട് എല്ലാവർക്കും ഫ്രീഡം കൊടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും വരില്ലായിരുന്നു. ഈ ഏകാധിപതികളുടെ ചരിത്രത്തിൽ പ്രണയം ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ട ആളുകളാണ്, ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ യുദ്ധപരിയന്മാർ പറഞ്ഞു പ്രണയം അറിയില്ല. 650 കോടി മനുഷ്യർ എവിടെയോ ജീവിതത്തെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർമ്മകളെയോ അല്ലെങ്കിൽ കാമുകിയോ കാമുകനെയോ ഒക്കെ പ്രണയിക്കുന്നുള്ളതാണ്. പ്രണയം പൂക്കട്ടെ. പ്രണയിനി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അപ്പുറത്തൊരു രമണൻ്റെ നഷ്ടപ്രണയമാണോ ഇഷ്ടപ്രണയമാണോ ഏത് കണ്ടിട്ടാണെന്നുള്ളതൊക്കെ അതൊക്കെ അവർ കുടുംബത്തിൽ പോയി ചർച്ച ചെയ്തോട്ടെ. നമുക്ക് തൽക്കാലം പുസ്തകം വാങ്ങി വളരെ സന്തോഷമുണ്ട്. പ്രണയിനി പ്രകാശനം ചെയ്തു, പ്രോത്സാഹനം ഏറ്റുവാങ്ങിയിരുന്നു. ഒരു വേദിയിൽ ആൾക്കാർ കുറഞ്ഞെങ്കിലും അത്യാവശ്യം ആൾക്കാർ കയറി വരുന്നുണ്ട്. ഓക്കെ, നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട സൂദൻ മാസ്റ്ററെ ക്ഷണിച്ചു.